ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 2 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. പിതാവിൻ്റെ ഭവനം, അതായത് സ്വർഗം എന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അത് വിശുദ്ധ സ്ഥലമാണ്. പാപിക്ക് അവിടെ സ്ഥാനമില്ല. നരകയോഗ്യനായ പാപി എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കായി കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തം നിമിത്തം തന്നിൽ വിശ്വസിക്കുന്ന ഓരോ പാപിക്കും അവൻ പ്രായശ്ചിത്തമായി തീർന്നിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിന് വിശുദ്ധനും നീതിമാനുമായിത്തീരുന്നു. അങ്ങനെ പാപിയായ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ തൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെടുന്നതിലൂടെ സ്വർഗത്തിൽ തൻ്റെ വാസസ്ഥലം കണ്ടെത്തുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ യാഗത്തിലൂടെ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ ആ സ്വർഗം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങളെ